ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഈ പൊരിഞ്ഞ വെയിലത്ത് ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയാം. ഈദിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ്. പെരിന്തൽമണ്ണയാണ് പോകുന്നത്. രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ ഒരുങ്ങി പിടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഉച്ചയായി. ഉച്ചയിലൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫസ്റ്റ് തന്നെ മാർക്കറ്റ് സിറ്റി അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അവിടെ മാക്സിലും സ്റ്റുഡിയോയിലൊക്കെ നോക്കാം, എന്തെങ്കിലും കിട്ടുമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, ഇല്ലെങ്കിൽ വേറെ പോയി എടുക്കാമെന്നാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ വെയിലത്ത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പരുവമായി. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടപ്പിളവിയെന്ന് വേണേൽ പറയാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. എന്തെന്നറിയാത്ത ഒരു വെയിൽ കൊണ്ടതിൻ്റെ ആ ഒരു വിഷമത്തിൽ AC കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പര കുറേ നേരം നടന്ന് കുറേ ഡ്രസ്സൊക്കെ അതിൻ്റെ ഇടക്കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എവിടെ ചെന്നാലും എൻ്റെ കണ്ണ് ഫുള്ള് ബ്ലാക്കിലോട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ ഞാനിതെടുത്ത് നോക്കി. ഷിനാജു അതിൻ്റെ ഇടക്കൂടെ ഓരോന്നൊക്കെ എനിക്ക് വേണ്ടി തപ്പിപ്പിടിച്ച് തരുന്നുണ്ട്. ഷിനാജിന് ഭയങ്കര കളർഫുള്ള് ഫ്ലോറൽ ടൈപ്പ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ഡ്രസ്സ് അങ്ങനെ ഒന്നും കിട്ടാതായപ്പോഴത്തേക്കും എന്നാൽ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് ചെരുപ്പ് എല്ലാം കിട്ടുമെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാമെന്നുള്ളൊരു ഇതിൽ വന്നതാണ്. ചെരുപ്പ് ഒരെണ്ണം എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ലതുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് എന്തൊക്കെയൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പോട്ടെ. ചെരുപ്പ് നോക്കിയപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു സൈസുമില്ല. അങ്ങനെ ഇങ്ങനെ ഇടയിൽ കൂടെ ചെന്നപ്പോഴത്തേക്കും ഒരു ചെരുപ്പ് കണ്ട്. താഴെ കിടപ്പുണ്ട് ചെരുപ്പ്, ഒരു നീല കളറിലെ ചെരുപ്പ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതാണ് എനിക്ക് ആ കൂട്ടത്തിൽ കുറച്ച് ഇഷ്ടപ്പെട്ടത്. കുഴപ്പമില്ലാതെ ഭംഗിയും ഉണ്ടായിരുന്നു, എൻ്റെ സൈസും ഉണ്ടായിരുന്നു. എൻ്റെ കാലിലിട്ടപ്പം മറ്റേ പാണ്ടിലോറി തവളയുടെ മേത്ത് കയറിയ അവസ്ഥയായിരുന്നു. ഒരു ഭംഗിയില്ലായിരുന്നു കാണാൻ, സത്യസന്ധമായിട്ട് പറയുകയാണ്, ഒരു ഭംഗിയുമില്ലായിരുന്നു. അങ്ങനെ കണ്ണാടി കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കുറച്ച് നേരം കുറച്ച് പ്രഹസനമൊക്കെ കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഒന്നും എടുത്തില്ല, നേരെ മാക്സിലോട്ടാണ് പോയത്. ഫസ്റ്റ് തന്നെ ഷിനാജ് എന്നോട് പറഞ്ഞു, നീ നോക്ക്, നിനക്ക് എടുത്തിട്ട് എനിക്ക് എടുക്കാം, നിനക്കാണ് സമയം വേണ്ടത്. അപ്പം ഞാൻ ഓക്കെ, ഞാൻ എടുക്കാമെന്നും പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡിയോയിൽ കയറി അതിൻ്റെ ചുറ്റും വലം വെച്ച് നടന്ന പോലെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങനെ തന്നെ. സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ടത് എൻ്റെ കണ്ണിൽ പിടിക്കത്തില്ല. അതാണ് സത്യമായിട്ട് പറഞ്ഞുള്ള കാര്യം. മറ്റുള്ളവർക്ക് എടുക്കാൻ പോയാൽ എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, ഞാൻ നോക്കിയെടുക്കുകയും ചെയ്യും. പക്ഷേ എനിക്കായിട്ട് പോയാൽ ഒരു കുന്തവും കിട്ടാറില്ല. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു 5-6 കട കയറി ഇറങ്ങിയാലും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെയായിരുന്നു ഇപ്രാവശ്യം. അത് നിങ്ങൾക്ക് വഴിയെ കാണാം. അങ്ങനെ അതേ ഇടയിൽ കൂടെ ഈ ഒരു വൈറ്റ് എടുത്ത് നോക്കി. ആ ഫ്രണ്ടിൽ കിടക്കുന്ന വൈറ്റും ബ്ലൂവും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ വൈറ്റ് വേണ്ട എന്നുള്ളൊരു ഇതിലാണ് പോയത്. എന്നാലും വൈറ്റ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ കണ്ടൊക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് നോക്കുന്നത് എടുക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല. എനിക്കിഷ്ടപ്പെട്ട കളറിൽ എന്തെങ്കിലുമൊക്കെ പാറ്റേൺ ഡ്രസ്സ് ഉണ്ട്, അതെടുത്ത് ഞാൻ ചുമ്മാ ഒന്ന് നോക്കും, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ ഈ വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ട്. ലൈനിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കൈ നോക്കാമായിരുന്നു. അങ്ങനെ നോക്കി അവസാനം എനിക്ക് കിട്ടത്തില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഷിനാജ് ഒരു തീരുമാനം എടുത്തു, എന്നാൽ ഇനി നിനക്ക് എടുക്കണ്ട, എനിക്ക് എടുത്തിട്ട് നിനക്ക് എടുക്കാൻ. കാരണം അവിടെ നിന്നിങ്ങനെ നോക്കി സമയം പോകുന്നതല്ലാതെ ഒന്നും എടുക്കുന്നില്ല ഞാൻ. നോക്കും തിരിച്ചിടും. ഒന്നെങ്കിൽ കളർ ഇഷ്ടപ്പെടത്തില്ല, ഒന്നെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ഇഷ്ടപ്പെടത്തില്ല, ക്ലോത്ത് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ ഓരോരോ കാരണങ്ങൾ. എനിക്ക് തോന്നുന്നു ഇതിലും നല്ലത് വല്ല ഓൺലൈനിലും ബുക്ക് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എനിക്ക് എടുക്കാണ്ട് ഞങ്ങൾ നേരെ മുകളിലത്തെ ജെൻസിൻ്റെ ഫ്ലോറിലോട്ട് പോയി. എന്തായാലും എനിക്ക് അവിടെ നോക്കുന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഷിനാജിന് നോക്കാൻ കയറിയതാണ്. ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതെടുത്തോ, ട്രയൽ ചെയ്യാമെന്നായ സെയിം പാറ്റേൺ തന്നെ വൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതും കൂടെ എടുത്തോ, നമുക്ക് രണ്ടും ഇട്ട് നോക്കാം. പക്ഷേ മറ്റേത് പുള്ളിക്കാരൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തിരിച്ചിട്ടിട്ട് ആ വൈറ്റ് കയ്യിലെടുത്ത് പിടിച്ച്. പിന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇതും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഷിനാജിൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ്, മറ്റേത് എൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. അപ്പം ഈ ഒരു നേവി ബ്ലൂ കളർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അത് എവിടെയെങ്കിലും ഒരു അംശം കണ്ടാൽ ഞങ്ങളത് എടുത്ത് നോക്കുക. രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ അവിടെ നടന്നും വേറെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് രണ്ടെണ്ണം എന്തായാലും ട്രയൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഷിനാജ് അപ്പം തന്നെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ജെൻസിൻ്റെ കളക്ഷൻ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് അവിടെ കണ്ടത് മിക്കതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷിനാജിന് ഒരുപാട് സമയം കളഞ്ഞ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതും കുറേ പാരിക്കൊണ്ടുപോയി ട്രയൽ ചെയ്യുന്നതൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് 2 പാൻറ്റും 2 ഷർട്ടും എടുത്താണ് ട്രയൽ റൂമിൽ പോയത്. എന്നാലും 1 മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാൻ, കാരണം നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സെറ്റ് ഇട്ട് നോക്കി. എൻ്റെ അടുത്തൊന്ന് കാണിച്ചപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഓക്കെ എന്ന് പറഞ്ഞ്. സെക്കൻഡ് പിന്നെ ഇതാണ് ഇട്ട് നോക്കിയത്. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ 2 എണ്ണവും
ഷിനാജിനും ഇഷ്ടപ്പെട്ട്. അങ്ങനെ അതിന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ്. പിന്നെ ഈ ഒരു പെർഫ്യൂമിൻ്റെ സെക്ഷനിലോട്ട് വന്ന് പെർഫ്യൂം കണ്ടാൽ പിന്നെ ഷിനാജിന് പ്രാന്താണ്. അതുകൊണ്ട് അവിടെ കണ്ടതൊക്കെ ഞങ്ങളിങ്ങനെ അടിച്ച് നോക്കി, പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ സ്റ്റുഡിയോന്ന് വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് വഴി എനിക്ക് കഥ കാണാം. അങ്ങനെ ഞങ്ങൾ ഷിനാജിന് അവിടെ നിന്ന് ഡ്രസ്സും എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഏതെങ്കിലുമൊക്കെ ബൊട്ടീക്കിൽ എനിക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. കാരണം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ താഴെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കേട്ടോ. ഹാപ്പി വിഷുവും ഇത് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. അങ്ങനെ തിരിച്ച് പോണ വഴി ഈ ഒരു ബൊട്ടീക്കിൽ കയറി ഇവിടെ നിന്നൊരു 3, 4, 5, 6 നോക്കി. പക്ഷേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതാണ് സത്യം. 2 ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഷിനാജിന് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് പിന്നെ എൻ്റെ ഇഷ്ടം മാത്രം നോക്കി എടുക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാകത്തില്ല. ഷിനാജിനും കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അത് ഞങ്ങൾ അഫെയറിലായിരുന്ന സമയത്തും അങ്ങനെയാണ്. ഡ്രസ്സ് എടുക്കാൻ പോയി പരസ്പരം ഫോട്ടോ അയച്ചു കൊടുക്കും. 2 പേർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എടുക്കത്തുള്ളൂ. അവിടെ നിന്ന് ഒന്നും ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ട്രെൻഡ്സിലോട്ട് പോയി. ട്രെൻഡ്സിൽ ഓൾമോസ്റ്റ് കുറേ കളക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇടക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഗ്രീൻ കളർ കണ്ടില്ലേ, അത് ഞാൻ എവിടെ നിന്നൊക്കെയോ കഷ്ടപ്പെട്ട് തപ്പിയെടുത്തതാണ്. പക്ഷേ തപ്പിയെടുത്തിട്ട് കാര്യമില്ല. എൻ്റെ സൈസല്ല എനിക്ക് കിട്ടിയത്. ലാർജായിരുന്നു. എനിക്ക് മീഡിയം മതിയായിരുന്നു. ഇട്ട് നോക്കിയപ്പോൾ ഒരു വകക്ക് കൊള്ളാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ട് അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഷോപ്പിൽ പോയി. KMT എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ്. ഇവിടെ കയറണ്ടെന്ന് തോന്നിപ്പോയി. കാരണം ഒരു കളക്ഷനും ഇല്ല. ഞാൻ ആ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുള്ള ആ ഒരു സെക്ഷനാണ് നോക്കിയത്. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് അതേപോലെ ഇറങ്ങി. ക്ഷമയെന്നൊരു കാര്യം എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ പോലും ഇല്ലാത്തൊരു സാധനമാണ്. എന്താണെന്നറിയത്തില്ല. ആ ഒരു ദിവസം ഭയങ്കര ക്ഷമാശീലനായിട്ടാണ് പുള്ളി. എന്നാലും ഇടയിൽ കൂടെ 2-3 ചീത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ഞാൻ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കടയിൽ കയറിയിട്ട്. ലാസ്റ്റാണ് ട്വിസ്റ്റ് നടന്നത്. വീണ്ടും ആദ്യം പോയ മാക്സിൽ തന്നെ പോയി ഒരു ടോപ്പും താഴെ സ്റ്റുഡിയോന്ന് ഒരു ജീൻസും ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനിറങ്ങി. മാക്സിൽ ഫസ്റ്റ് തന്നെ കയറിയപ്പോൾ എനിക്ക് ആ ടോപ്പ് ചെറുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നാലും വേറെ സ്ഥലത്ത് നോക്കി നല്ലത് കിട്ടുമെന്ന് തോന്നി വേറെ പോയി. പക്ഷേ കിട്ടിയില്ല. ലാസ്റ്റ് അവിടെ തന്നെ എടുക്കും. പിന്നെ ചുരിദാർ ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഞാൻ മനഃപൂർവ്വം നോക്കാൻ ഞാൻ കേട്ടോ. കാരണം കല്യാണത്തിന് എടുത്ത് തന്നെ ഇടാണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് ആദ്യം ഇട്ട് മുതലാക്കിയിട്ട് ഇനി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ് പൂർത്തിയായിട്ടില്ലായിരുന്നു. എനിക്ക് ചെരുപ്പും കുറച്ച് അല്ലറ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ അത്രയും കടയിൽ കയറി ഞാൻ വെറുപ്പിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകുന്നത്. കാരണം നോമ്പല്ലേ, നല്ലോണം തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തിന് പിന്നെ എപ്പോഴേലും വാങ്ങിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാണ് ഈ ഒരു സ്പോട്ട് കണ്ടത്. ഇവിടെ ഒരുപാട് വെറൈറ്റി എണ്ണക്കടികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം അമ്മുമായിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അമ്മുവിന് എന്തൊക്കെയൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ്. ഒരു 11 മണി 11:15 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇരിക്കാൻ സീറ്റ് തന്നെ കിട്ടിയില്ല. അത് അങ്ങോട്ട് പോയപ്പോഴും അങ്ങനെയായിരുന്നു, തിരിച്ചു വന്നപ്പോഴും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഒന്നും തള്ളുമൊക്കെ കൊണ്ട് ഞങ്ങൾ മണ്ണാർക്കാട് എത്തി. ഫസ്റ്റ് എനിക്ക് ചെരുപ്പാണ് വാങ്ങേണ്ടത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞാൻ ഉദ്ദേശിച്ചൊരു മോഡൽ ഇതാണ്. അത് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടുകയും ചെയ്ത്. പിന്നെ വേറെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മും ഓരോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ കണ്ടപ്പോൾ ഒന്ന് ഇട്ട് നോക്കുവാണ്. പിന്നെ 1-2 കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു മോഡൽ തന്നെ പല കളർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല കളർ ഞാൻ ഇട്ട് നോക്കിയിട്ട് ഏതാണ് കാലിന് ചേരുന്നതെന്ന് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഈ ഒരു ചുട്ടിയും ഉണ്ടായിരുന്നു അവിടെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒന്നും എടുക്കത്തില്ല എന്നുള്ളൊരു ഇതിലാണ് പോയത്. കാരണം കല്യാണത്തിന് വാങ്ങിച്ച ചെരുപ്പാൻ ഇങ്ങനെ കല്ലും വർക്കൊക്കെ ഉള്ളത് ഇവിടെ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി ഇപ്പോൾ വെറുതെ ഇട്ട് നോക്കിയതാണ്. പിന്നെ ഈ ഒരു വൈറ്റ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്നല്ലേ അഴുക്ക് പറ്റുന്നത്. അതുകൊണ്ട് അതെടുക്കാനൊരു മടിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആളെ പറഞ്ഞു വിട്ട്. അയാളത് എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ചെരുപ്പുകളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അമ്മൂനെ കൊണ്ട് ഇടിയിപ്പിച്ച് നോക്കുമായിരുന്നു. കാരണം എൻ്റെ സൈസിലൊന്നും ഈ സംഭവമൊന്നും കിട്ടത്തില്ല. പിന്നെ ഹീലുള്ളതായതുകൊണ്ട് ഹീലിൻ്റെ ആ സെക്ഷൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഹീലുള്ളത് നോക്കാത്തത്. അങ്ങനെ പിന്നെ ഈ ചെരുപ്പ് തന്നെ മഞ്ഞയും പച്ചയും റോസും വെള്ളയും കറുപ്പൊക്കെ ഉണ്ടായിരുന്നു. കറുപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ സൈസ് കിട്ടിയില്ല. ഈ പച്ചയിലും റോസിലും ഈ ഒരു ഓഫ് വൈറ്റിലൊക്കെ എൻ്റെ സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ സൈസ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം അത്യാവശ്യം നല്ല വീതിയുള്ള കാലമായതുകൊണ്ട്. അങ്ങനെ ഫൈനലി ആ ഒരു ഓഫ് വൈറ്റാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ്. പിന്നെ ഞങ്ങൾ ഈ ഫാൻസിയുടെ സെക്ഷനിലോട്ട് വന്ന് ഇവിടുന്ന് മൈലാഞ്ചിയും ലിപ്സ്റ്റിക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം മെഹന്തി ഈ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിങ്ങിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം
ഏതാണ് കളർ ഉള്ളതെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ വാങ്ങിച്ചു. എനിക്ക് അവിടെ നിന്ന് ചെരുപ്പും മൈലാഞ്ചിയും മാത്രം മതിയായിരുന്നു. അമ്മൂന് ലിപ്സ്റ്റിക്കും മോതിരം അങ്ങനത്തെ എന്തൊക്കെയോ വേണമായിരുന്നു. അങ്ങനെ മോതിരം നോക്കി, പക്ഷെ ഒന്നും എടുത്തില്ല. ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. മോതിരം അത്യാവശ്യം നല്ല ഹൈ പ്രൈസ് ആയിട്ട് തോന്നി കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ അവിടെ നിന്ന് ചെരുപ്പും മൈലാഞ്ചി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. എനിക്ക് പെരുന്നാളിന് എടുത്ത ഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് സ്റ്റോൾ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഷിനാജായിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ. അതായത് ടോപ്പും ജീൻസും മാത്രമേ എടുത്തുള്ളൂ. നോമ്പായതുകൊണ്ട് നല്ലോണം തളർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു. അതുകൊണ്ട് ഷാൾ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഒരു വൈറ്റ് സ്റ്റോൾ ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽ എന്നെ കിട്ടി, അത് വാങ്ങിച്ചിറങ്ങി. പിന്നെ അമ്മൂന് ജീൻസ് നോക്കണമായിരുന്നു. അങ്ങനെ ജീൻസും കിട്ടി. പിന്നെ വൈകുന്നേരത്തേക്ക് ജ്യൂസ് അടിക്കാനുള്ള ഫ്രൂട്ട്സ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഓറഞ്ച് വാങ്ങിച്ചു. നേരെ ഞങ്ങൾ മണ്ണാർക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെയുള്ളൊരു കടയാണ് കേട്ടോ. അപ്പം നൈറ്റ് വേണമായിരുന്നു മേമാക്ക്, അതായത് അമ്മൂൻ്റെ ഉമ്മാക്ക്. പിന്നെ എൻ്റെ മദറിലോക്കും നൈറ്റ് വേണമായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇവിടെയാണെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഓവർ പ്രൈസും ഇല്ല, മാന്യമായ രീതിയിലുള്ള റേറ്റ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏത് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് ഒരേ സാധനം തന്നെ. പക്ഷേ അതൊരു ഐറ്റം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ ഇടിയായി. പിന്നെ ഒരു കോംപ്രമൈസിലെത്തിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 5-6 ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് നൈറ്റ് എടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത്. വേറെ ഒന്നും ഞങ്ങൾക്ക് വാങ്ങാനില്ല. ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി തിരിച്ചു പോയപ്പോഴും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.